മൈഗ്രേഷൻ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൈഗ്രേഷനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആകുലതയായിട്ട് നിലനിൽക്കുന്നത്. പുതിയ ജനറേഷന് വേണ്ടി നമ്മുടെ മിനിസ്ട്രി വികസിക്കണം. നമ്മുടെ കേരളത്തിനകത്ത് നിന്നുകൊണ്ടോ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടുള്ള മിനിസ്ട്രിയെക്കാട്ടിൽ വിപുലമായ അവരെ കേന്ദ്രീകരിച്ചുള്ള മിനിസ്ട്രി ഉണ്ടാകണം. തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയ്ക്ക് എപ്പോഴും ദൈവം അനുകൂലമായിരുന്നു. നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ദൈവം അനുകൂലമാക്കി തന്നതാണ്. ഇനിയുള്ള കാലവും ദൈവം അനുകൂലമായി നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ നനയ്ക്കാത്ത സഭയുടെ വളർച്ചയായിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്. ഡൽഹി ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക മീഡിയ വിഭാഗമായ ഡോസിബിന്റെ ദ മൈൻഡ് ഓഫ് ദി ഫാദേഴ്സ് എന്ന സീരീസിൽ ഇന്ന് നമ്മളോട് ഒപ്പമായിരിക്കുന്നത് മദ്രാസ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയും ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്തയുമായിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ഫിലക്സീനോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഇതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തിരുമേനി കേരളത്തിന്റെ പുറത്ത് ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സ്ഥലത്ത് നിന്ന് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നവരെയാണല്ലോ കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മളെല്ലാം മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ തിരുമേനിയുടെ കൂടി ഭദ്രാസനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അതേപോലുള്ള യൂറോപ്യൻ കൺട്രികളിലേക്ക് ധാരാളം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ സഭാതലത്തിൽ നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു അനുകൂലമാകുന്ന സാഹചര്യമാണോ അല്ലെങ്കിൽ നമുക്കതിനെ പ്രതികൂലമായിട്ടാണോ നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ളത്? താങ്ക് യു. ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചതിന് ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഡോസിബ് എന്ന ഈ ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമിന് എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആമുഖമായി രേഖപ്പെടുത്തുകയാണ്. സുമോദച്ചനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, മൈൻഡ് ഓഫ് ദ ഫാദേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുവാനും ആഗ്രഹിക്കുന്നതിലും ശ്രമിക്കുന്നതിലും സന്തോഷം. ചോദ്യം വളരെ പ്രസക്തമാണ്. മൈഗ്രേഷൻ ഉണ്ടാകുന്നത് സഭയ്ക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ മൈഗ്രേഷൻ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമുണ്ടായിരുന്ന മലയാളി ജനസമൂഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദശകങ്ങളായി, ഒരു തരത്തിൽ പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി സംഭവിച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ നേഷൻസിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഫാർ ഈസ്റ്റ് ഏഷ്യ റീജിയനിലേക്കും ഒക്കെ ധാരാളം പേർ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. എന്തിനു പറയുന്നു? കേരളത്തിന് പുറത്തേക്ക് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് സിറ്റിയിലേക്ക്, ബാംഗ്ലൂരിലേക്ക്, ഡൽഹിയിലേക്ക്, ഞാനിപ്പോൾ ഡൽഹിയിലിരുന്നാണല്ലോ ഈ ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യുന്നത്, ധാരാളം പേർ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് യുവാക്കളായിരുന്നവർ വിവാഹം കഴിച്ച് ആദ്യകാലമായപ്പോൾ തന്നെ നാട്ടിൽ നിൽക്കാനുള്ള പ്രയാസം, ജോലി കിട്ടാനുള്ള പ്രയാസം കൊണ്ട് അവർ നോർത്ത് ഇന്ത്യയിലേക്കും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ജോലി തേടി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തേടി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം മൈഗ്രേഷൻ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൈഗ്രേഷനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആകുലതയായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടും ചിന്തയും മൈഗ്രേഷൻ എല്ലാ കാലവും സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ മാത്രമായി നിലനിന്നിരുന്ന ഒരു പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ഇന്ന് ലോകമെമ്പാടും വളർന്ന് വികസിച്ച് പന്തലിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം മൈഗ്രേഷനാണ്. അത് നമുക്ക് ഈ ഡൽഹി സിറ്റി തന്നെ നോക്കിക്കേ. ഡൽഹി ഭദ്രാസനം രൂപീകൃതമായത് എങ്ങനെയാണ്? പണ്ട് ബാഹ്യ കേരള ഭദ്രാസനം എന്ന് പറഞ്ഞൊരു ഭദ്രാസനമേ ഉള്ളായിരുന്നു. കേരളത്തിനകത്തുള്ള ഭദ്രാസനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പിന്നെ വളർന്നു വന്നപ്പോൾ ബാഹ്യ കേരള ഭദ്രാസനം എന്ന് പറഞ്ഞ് ഒരു ഭദ്രാസനമായി. ബാഹ്യ കേരള ഭദ്രാസനം വളർന്നപ്പോൾ അത് പല ഭദ്രാസനങ്ങളായി. മദ്രാസ്, ഡൽഹി, കൽക്കട്ട, ബോംബെ ഇങ്ങനെയുള്ള ഭദ്രാസനങ്ങളായി. ഇപ്പോൾ വീണ്ടും അത് വളർന്നു വന്നപ്പോൾ മദ്രാസ് തന്നെ വീണ്ടും വിഭജിച്ച് ബാംഗ്ലൂരായി, ബ്രഹ്മവാറായി. ഡൽഹി ഭദ്രാസനം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് വളർന്നു, അവിടെ പള്ളികളായി.
മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഡൽഹി ഭദ്രാസനത്തിന്റെ പല പള്ളികളും പല ഭദ്രാസനങ്ങളിലേക്കും മാറി. വളർച്ചയാണ് ഇത് കാണുന്നത്. എപ്പോഴും മൈഗ്രേഷൻ സഭയുടെ വളർച്ചയ്ക്ക് കാരണമാണ്, അനുഗ്രഹത്തിന് കാരണമാണ്. സഭ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. അതുകൊണ്ട് മൈഗ്രേഷനെ നമ്മൾ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. കേരളത്തിലെ ആൾക്കാരെല്ലാം കുറയുന്നല്ലോ, യുവാക്കളെല്ലാം കുറയുന്നുണ്ടല്ലോ, പള്ളിയിൽ ആൾ വരുന്നില്ലല്ലോ, ആ സങ്കടത്തെക്കുറിച്ച് വിചാരിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആൾ കുറയുമ്പോൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് ആൾ കൂടുന്നു, അവിടുന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ മൈഗ്രേഷൻ ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്കും മൈഗ്രേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും. മൈഗ്രേഷൻ എപ്പോഴും അനുകൂലമാണ്, അനുഗ്രഹമാണ്. ഇവിടെ ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ആളുകൾ കുറയുമ്പോൾ മറ്റൊരിടത്ത് ആളുകൾ കൂടുന്നു. തീർച്ചയായിട്ടും കൂടുന്നു. നമ്മളിപ്പോ കേരളത്തിലെ ആളുകൾ കുറയുന്നു എന്ന് പറയുന്നത് യുവാക്കളെല്ലാം പോകുന്നത് കൊണ്ടുള്ള നമ്മുടെ ചിന്തയാണ്. പക്ഷേ അത് അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമായില്ല. അത് ദൈവം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി ക്രമീകരിക്കും. സഭയുടെ വളർച്ചയ്ക്ക് എപ്പോഴും ദൈവം അനുകൂലമായിരുന്നു. നമ്മുടെ എല്ലാ ഡെവലപ്മെന്റ്സും ദൈവം അനുകൂലമാക്കി തന്നതാണ്. ഇനിയുള്ള കാലവും ദൈവം അനുകൂലമായി നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ നനയ്ക്കാത്ത സഭയുടെ വളർച്ചയായിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്. അതേപോലെ തന്നെ സഭ മറ്റൊരു ദേശത്തിലേക്കാണല്ലോ വളരാൻ അല്ലെങ്കിൽ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ സഭാതലത്തിൽ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഞാൻ ഉദാഹരണം തന്നെ പറയാം. മദ്രാസ് ഭദ്രാസനത്തിന് കീഴിലുള്ള രാജ്യങ്ങളാണ്. അവിടെ നമുക്കിപ്പോൾ ഒത്തിരി ദേവാലയങ്ങളായി, മൈഗ്രേഷൻ കൂടിയതുകൊണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് പള്ളികൾ പലതും സ്ഥാപിച്ചു. പള്ളികൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അവിടെ പോകാനുള്ള താല്പര്യം കൂടി. അവിടുത്തെ ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചു വളർന്നവരായി. അപ്പോൾ അവർക്ക് വേണ്ടി, പുതിയ ജനറേഷന് വേണ്ടി നമ്മുടെ മിനിസ്ട്രി വികസിക്കണം. നമ്മുടെ കേരളത്തിനകത്ത് നിന്നുകൊണ്ടോ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടുള്ള മിനിസ്ട്രിയെക്കാട്ടിൽ വിപുലമായ, അവരെ കേന്ദ്രീകരിച്ചുള്ള മിനിസ്ട്രി ഉണ്ടാകണം. തീർച്ചയായിട്ടും പാസ്റ്റർ മിനിസ്ട്രി ഉണ്ടാകണം. അവരെ ചേർത്ത് നിർത്തുന്നത്, അവർക്ക് സഭയുടെ എല്ലാ വിശ്വാസങ്ങളും സഭയുടെ നിയമവും സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം അവരെ പഠിപ്പിക്കാനും അവരെ സഭയ്ക്കോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാനും നമുക്ക് അവകാശവും സ്വാതന്ത്ര്യവും. ഇപ്പോൾ അതിനുവേണ്ടിയാണ് സഭ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്. അതേപോലെ സഭ ഓരോ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ പണ്ട് മുതൽ തന്നെ അവിടെയുള്ള ആളുകളിലേക്കും തീർച്ചയായിട്ടും എത്താറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ബ്രഹ്മമാർ മിഷൻ ആണെങ്കിലും അതുപോലെ ശ്രീലങ്കയിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും. അപ്പം ഇന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദേശത്തേക്ക്, പ്രദേശത്തിലേക്ക് ഈ ഒരു വ്യാപനം അല്ലെങ്കിൽ വളർച്ച നമ്മൾ കാണുമ്പോൾ അവിടെയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മിഷൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്കതിനെ എങ്ങനെയാണ്, പക്ഷെ പണ്ടുണ്ടായിരുന്ന പലയിടത്തും നമുക്കതിനെ അത്രമേൽ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും സംശയമാണ്. അപ്പൊ ഇനി ഒരു വളർച്ച കൂടി നമ്മൾ മുൻപിൽ കാണുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത്? അച്ഛൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഭദ്രാസനത്തിലെ കാര്യം മാത്രം പറയാം. അത് അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിലനിൽക്കും. ഇപ്പോൾ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ആണ് ദിണ്ടിഗൽ മിഷൻ എന്ന് പറയുന്നത്. ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മിഷൻ. അതിനകത്ത് ശ്രീലങ്ക മിഷനുണ്ട്, പൊള്ളാച്ചി മിഷനുണ്ട്, ഈറോഡ് മിഷനുണ്ട്. ഇവിടെ എല്ലാം തമിഴരായവർ, തമിഴിയൻസ് ആണ് അവർ. ബേസിക്കലി അവർ ജനിച്ചു വളർന്നത് തമിഴിയനാണ്. അവരുടെ സംസ്കാരവും രീതിയും അവരുടെ എല്ലാം അങ്ങനെയാണ്. അവരെ നമ്മുടെ സഭയിലേക്ക് ചേർത്ത്, മാമോദീസ മുക്കി ചേർത്ത്, അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ സഭയുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ സഭാ അംഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം ശ്രീലങ്ക, പണ്ട് അൽവാരീസ് യൂലിയോസ് തിരുമേനി അവിടെ പോയി അവിടെ ഒരു വലിയ വിഭാഗം ആൾക്കാരെ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാമോദീസ മുക്കി ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർന്നാൽ അൽവാരീസ് തിരുമേനിയും പരിശുദ്ധ പരിമൾ തിരുമേനിയും ഒക്കെ അവിടെ പോയ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കുറേ നാൾ നമ്മളും അവരും തമ്മിലുള്ള ബന്ധമില്ലാതായി. അവരുടെ ആ തലമുറ തന്നെ പോയി. പിന്നീട് അടുത്ത ഒരു കാലഘട്ടത്തിൽ അവിടെ നമ്മൾ തിരഞ്ഞു കണ്ടെത്തി അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു മിഷൻ പ്രവർത്തിക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിന് മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് ഒരു അച്ഛൻ അവിടെ സ്ഥിരമായി പോവുകയും അവർക്ക് ശുശ്രൂഷകൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 2 കോൺഗ്രിഗേഷനായി ഏകദേശം 38-40 ഫാമിലീസ് നമ്മുടെ മെമ്പേഴ്സായിട്ടുണ്ട്. മാമോദിസ മുങ്ങി അവർ ചേർന്നിരിക്കുകയാണ്.
ആ കോൺഗ്രിഗേഷനിൽ നിന്ന് തന്നെ 2 പേരെ ഷമ്മാശന്മാരായിട്ട് നമ്മളിപ്പോൾ പട്ടം കൊടുത്തിട്ടുണ്ട്. സഭ ഔദ്യോഗികമായി തീരുമാനിച്ച് പട്ടം കൊടുത്തിട്ടുണ്ട്. സഭയുടെ ഔദ്യോഗിക തീരുമാനം അനുസരിച്ച് അവരെ വൈദിക സെമിനാരിയിലെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം പഠിപ്പിച്ച് വൈദികരാക്കാൻ പരിശുദ്ധ എപ്പിസ്കോപ്പസ് സിനോദോസ് അനുവാദം തന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഞാനാണ് അതിന് ചുമതല എന്നുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പസ് സിനോദോസിൽ ചർച്ച ചെയ്ത് സിനോദോസിന്റെ തീരുമാനവും അഭിപ്രായം അനുസരിച്ച് അവരെ വൈദിക സെമിനാരികളിൽ പഠിപ്പിച്ച് 2 പേരെയും അവർക്ക് നമ്മുടെ ശുശ്രൂഷകളെല്ലാം പഠിച്ച് നമ്മുടെ ആരാധനകളുടെ സംവിധാനത്തെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചിട്ട് അവരെ വൈദികരാക്കി അവർക്ക് വേണ്ടി അവർ ഡെപ്യൂട്ട് ചെയ്യാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ ചോദിച്ച ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ കെയർ ചെയ്യാൻ, അവരെ അവരുടെ ഭാഷയിൽ, അവരുടെ സംസ്കാരത്തിൽ, അവരുടെ രീതിയിൽ എങ്ങനെ നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ്. അതോടൊപ്പം തന്നെ ഈറോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, കോയമ്പത്തൂരിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്കൊരു 35 ഫാമിലീസ് തമിഴിയൻസ് ആയിരുന്നു. അവർ നമ്മളെ എടുത്ത് അവർക്ക് വേണ്ടി ഒരു അച്ഛനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അച്ഛനെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഒരു പള്ളിയുണ്ട്. അവരുടെ ഭാഷയിൽ, തമിഴ് ഭാഷയിൽ, അവരുടെ കട്ടിത്തമിഴ്, നമ്മൾ തമിഴ് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കട്ടിത്തമിഴ് തന്നെ, അത് ആർക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവിടുത്തെ അച്ഛനാണ്. ആ ശുശ്രൂഷകളെല്ലാം നമ്മുടെ മാറാന പെരുന്നാളിലും നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലും ശുശ്രൂഷകളിലെല്ലാം അവർ ഒരുമിച്ച് നിന്ന് കോൺഗ്രിഗേഷൻ സംബന്ധിച്ച് നമ്മുടെ ആരാധന അവിടെ നടത്തുന്നു. തമിഴിലേക്ക് വിശുദ്ധ വേദപുസ്തകമുണ്ട്, തമിഴിലേക്ക് ആരാധന വിശുദ്ധ കുർബാനക്രമമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം മർത്തമറിയ സമാജത്തിന്റെ കേന്ദ്ര പരീക്ഷ നടക്കാൻ പോകും നവംബർ 17 എനിക്ക് തോന്നുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഈറോഡിലെ തമിഴ് ഗ്രൂപ്പിൽ നിന്ന്, ആ വിഭാഗത്തിൽ നിന്ന് ഏകദേശം 15 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി തമിഴ് പുസ്തകം നമ്മൾ പ്രിന്റ് ചെയ്തിറക്കി. ബഹുമാനപ്പെട്ട ലിനു ലൂക്കോസ് അച്ഛനാണ് അതിന്റെ എല്ലാം ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി നമ്മുടെ പാഠപുസ്തകം, മലയാളം ഇംഗ്ലീഷ് പാഠപുസ്തകം തമിഴിലേക്ക് പരിവർത്തനം ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുക. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. അപ്പൊ അവര് നമ്മുടെ മലങ്കര സഭയുടെ പൊതുവായ ലോകം മുഴുവനുള്ള സഭയുടെ ഭാഗമാണെന്നൂടെ തെളിവാകുക. വീണ്ടും അവർക്ക് തമിഴിൽ തന്നെ പഠിക്കാം, തമിഴിൽ തന്നെ പരീക്ഷ എഴുതാം. നമ്മൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പരുമലയിലും കോട്ടയത്തും നമ്മുടെ മർത്തോറി സമാജങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ അവർ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അംഗീകരിക്കുന്നുള്ളതാണ്. ഇപ്പം തന്നെ കന്നഡയിൽ പുതിയ വിശുദ്ധ കുർബാനക്രമം കഴിഞ്ഞ എപ്പിസ്കോപ്പസ് സിനോദോസ് സമയത്ത് ഏലിയാസ് തിരുമേനി അത് പ്രകാശനം ചെയ്തു. അപ്പോൾ കന്നഡക്കാർക്ക് വേണ്ടി തുളു, അതാ ബ്രഹ്മവാർ മിഷൻ അച്ഛൻ എടുത്ത് ചോദിക്കുക. അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. സഭ അവരെ അത്രയുമായി മാന്യമായി പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും അവരെ കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുമുള്ള എല്ലാ ശ്രമങ്ങളും സഭയുടെ നേതൃത്വത്തിലും താഴെത്തട്ടിലും ഭദ്രാസന തലത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. കാരണം പലരും ചിന്തിക്കുന്നത് അങ്ങനെ വരുന്ന ആളുകളെ പോലും നമ്മളുടെ കൾച്ചറിലോട്ട് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു അല്ല. അങ്ങനല്ല. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ എടുത്തു. അതെ അതെ. പക്ഷെ അവർക്ക് വേണ്ടി ഇപ്പം നമ്മള് അമേരിക്കയിൽ നിന്നുള്ള അച്ഛന്മാരിപ്പോ ഉണ്ട്. അതെ അതെ അല്ലെ, അവിടുത്തെ ജനറേഷൻസിന് വേണ്ടിയാണ്. അത് ഓർത്തഡോക്സുകാരും മലയാളികളും ഒക്കെ ആയിരിക്കാം. പക്ഷെ പുതിയ ജനറേഷൻ ഒരു മലയാള സംസ്കാരമേ അല്ല അവരുടെ. മലയാളി സംസ്കാരമാണോ പുതിയ ജനറേഷൻസ്? അല്ല. ഓസ്ട്രേലിയൻ ജനിച്ചു വളർന്നിട്ടുള്ള ഇപ്പോഴത്തെ ചെറിയ തലമുറ അവർ ഓസ്ട്രേലിയൻ വെസ്റ്റേൺ സ്റ്റൈലാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റൈലാണ് അവര്. അവർക്ക് വേണ്ടി അവിടുന്ന് അച്ഛന്മാരെ നമ്മളിപ്പം സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ പഠിച്ചിട്ട് നമ്മുടെ സെമിനാരി വന്ന് നമ്മുടെ ആരാധനാ ശൈലി രീതിയൊക്കെ പഠിച്ച് വിശുദ്ധ കുർബാന ചൊല്ലേണ്ട വിധമൊക്കെ പഠിച്ചിട്ട് അവർ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ അച്ഛനത് പരിചയം ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ ഇപ്പം ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവരുടെ ലാംഗ്വേജിൽ കന്നഡയിലും തമിഴിലും തീർച്ചയായിട്ടും കന്നഡ, തമിഴ്, തുളു ഇതെല്ലാം ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലും നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ഇംഗ്ലീഷ് അല്ല ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത്. അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് അത് പ്രയാസം അത് പിടിക്കാൻ. അപ്പൊ അവിടെ തന്നെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി ഈ പറഞ്ഞ മൈൻഡ് സെറ്റോട് വളർത്തി സെമിനാരി വിട്ട് അവിടെ പഠിപ്പിച്ച്, അങ്ങനെ അമേരിക്കയിൽ ഇപ്പൊ എത്രയോ അച്ഛന്മാരുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും, ഓസ്ട്രേലിയയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ പോലും തിരുമേനി ഇവിടുത്തെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പൊ അവര് മലയാളം സർവീസിൽ അല്ലെ കുർബാനയിൽ സംബന്ധിക്കുന്നതിനേക്കാൾ അവർ കുറച്ചുകൂടി അർത്ഥങ്ങൾ മനസ്സിലാകുന്നതും കുറച്ചുകൂടി ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്ന എപ്പോഴും
പലപ്പോഴും ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലോ ഹിന്ദി ഉണ്ട്, ഹിന്ദി വേണം. ഹിന്ദിയിലും ഒക്കെ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും മാസത്തിൽ ഒരു സർവീസ് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ അതെ, ആകാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് തിരുമേനി ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മളുടെ ശ്രീലങ്ക മിഷനിലും ബ്രഹ്മാർ മിഷനിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി തീർച്ചയായിട്ടും. ഒത്തിരി തീർച്ചയായിട്ടും. ഒത്തിരി നമ്മളവരെ സന്തോഷം. വളരെയധികം സസൂക്ഷ്മം ശ്രദ്ധിച്ച് പരിപാലിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനി ഉണ്ടാകുന്ന ദേശങ്ങൾ ഭദ്രാസനങ്ങളിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തന്നെ, അത്തരത്തിലുള്ള ഒരു ഇത്ര തന്നെ തീർച്ചയായും സഭാ നേതൃത്വത്തിന് ഭയങ്കര നിർബന്ധമാണ് ആ കാര്യത്തിൽ. പരിശുദ്ധ എപ്പിസ്കോപ്പസ് സുന്നോസിന്റെ ചർച്ചകളിലെല്ലാം ഈ വിഷയം വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അവരെ എല്ലാം പരിഗണിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടുന്നുള്ള ചമ്മാശന്മാരെ അച്ഛന്മാരാക്കാൻ എനിക്ക് പൂർണ്ണമായി തിരുമേനി അനുവാദം തന്നിരിക്കുക, എപ്പിസ്കോപ്പസ് സുന്നോസിന്റെ തീരുമാനപ്രകാരം. സെമിനാരി വിട്ടതിന് ശേഷം അല്ല, അവരുടെ രീതിയിലല്ല, നമ്മുടെ ആരാധനാ രീതികളെല്ലാം നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പോലെ തന്നെ അവരുടെ ഭാഷയിലും അവരുടെ രീതിയിലും അവരുടെ ആ സംസ്കാരത്തിലും ചേർന്ന് നിന്ന്